മിനിഞ്ഞാന്ന് ചക്കക്കൊമ്പൻ വന്നിട്ട് ഇടിച്ച് നശിപ്പിച്ച് പോയതാണെന്ന് ഒന്നും. ഈ വഴി ആന ഇറങ്ങിപ്പോകുന്നു. ആന ഇറങ്ങിപ്പോണ സ്ഥലത്ര ഇതൊക്കെ ആനയുടെ കാൽപ്പാടുകളും ഇതൊക്കെ ഇവിടെ കാണാം. തിരിച്ചു വരുമ്പോഴത്തേനും ആന വന്നിട്ട് ആ വീടും കുത്തിപ്പൊളിച്ച് അരി എടുത്ത് കഴിച്ച്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇടുക്കി സീരീസ് പാർട്ട് 2. നമ്മളിതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇടുക്കിയിലേക്ക് പോയതും അവിടെ നിന്ന് നെടുങ്കണ്ടത്തെ കല്യാണം, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അവിടുത്തെ ഏരിയകൾ, അതൊക്കെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് നമ്മൾ പൂപ്പാറയിലോട്ട് പോകുന്ന ആ ഒരു റോഡ് കാണിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തത്. സോ അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് പൂപ്പാറയ്ക്ക് പോകുന്ന റോഡിലാണിപ്പോൾ. നമ്മൾ ആദ്യം വിചാരിച്ചത് മൂന്നാർ പോയി പിന്നെ അവിടുന്ന് അടിമാലി വഴി അങ്ങ് ഇറങ്ങാം, തൃശ്ശൂർ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ അടുത്ത് ഇതാണ്. പിന്നെ നമുക്കിവിടെ ഒരു നല്ലൊരു ഹോം സ്റ്റേയും കിട്ടി. അപ്പോൾ ആ ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. പൂപ്പാറയിലേക്ക് പോകുന്ന റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇവിടെ നമുക്ക് അത്യാവശ്യം ഒന്നും പറയാൻ പറ്റില്ല, ചെറിയ രീതിക്കൊരു ടീ പ്ലാന്റേഷനും അതേപോലെ ചെറിയ ഫോറസ്റ്റ് ആംബിയൻസും അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് ആനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് പൂപ്പാറ എന്ന് ഞാൻ പറഞ്ഞു കേട്ടു. പിന്നുള്ളത് മാട്ടുപ്പെട്ടിയിലാണ്. അപ്പോൾ മാട്ടുപ്പെട്ടിയിലേക്ക് ഇവിടുന്ന് ഒരുപാട് ലോങ് കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് പൂപ്പാറ ചൂസ് ചെയ്ത്. പിന്നെ എലിഫൻറ്റിനെ എങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ ഏതാണ്ട് നമ്മളിപ്പോൾ പൂപ്പാറയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഇത്ര നേരം വന്ന ആംബിയൻസ് മാറി. രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു ലാൻഡ്സ്കേപ്പിലോട്ട് നമ്മൾ കയറി. തേയിലത്തോട്ടങ്ങളുടെ നടുക്ക് കൂടെ വ്യൂ നോക്കി ലാൻഡ്സ്കേപ്പ്. ഓ വാട്ട് ലാൻഡ്സ്കേപ്പ്. അങ്ങനെ നമ്മൾ പൂപ്പാറ എത്തിയിരിക്കുകയാണ്. പൂപ്പാറ അതാ ഇനിയിവിടെ നദിക്കില്ല, 2-3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ വിസിബിളായി തുടങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മരങ്ങളാട്ടോ. അതിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പ് എൻ്റെ പൊന്നു കിട്ടുമല്ലേ. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പിന്നെ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ പോകുന്നതിനേക്ക് മുമ്പ് എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിക്കാൻ മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പോയപ്പോൾ റോഡ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി. പക്ഷേ ഒരു രക്ഷയില്ലാത്ത കയറ്റം, കുത്തനുള്ള കയറ്റവും തിരിവും. ഞങ്ങളാണെങ്കിൽ 2 പേരും ലഗേജൊക്കെ കൂടി ആയിട്ട് ആകെ വിട്ടുപോയി. വണ്ടി കയറിയില്ല, പുറകിലോട്ടെല്ലാം കൂടി പോയെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഒരു സൈഡ് കിട്ടിയപ്പോൾ അവിടെ ഇറക്കി നിർത്തി. ഞാനവിടെ ഇറങ്ങി നിന്നു. അപ്പോൾ എൻ്റെ കൂടെല്ലാം പോയിട്ട് വാങ്ങിയിട്ട് വന്നു, സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോയത്. അവിടെ എത്തുമ്പോഴത്തേനും കുറച്ചൊക്കെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഹോം സ്റ്റേയുടെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അത് ആ ഒരു എൻ്റെ പ്രോപ്പർട്ടി അന്ന് നമുക്ക് കിട്ടി. അവിടെ വേറെ ഗസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒരു 3-4 റൂമുള്ളൊരു വലിയ വീടാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഈ കയറ്റം ഞാൻ പറഞ്ഞത് ഈ സംഭവം കേട്ടോ. കയറ്റമൊക്കെ കണ്ടില്ലേ. ഇവിടെ ഫ്രെയിം വീടുകൾ കുറേ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ വീടും ആ സെയിം ഇതിൽ തന്നെ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ നല്ല കോടയൊക്കെ ഇറങ്ങി തുടങ്ങി. ഇവിടെ നിങ്ങൾക്ക് അങ്ങോട്ട് ലോങ് റോഡിലെ വ്യൂ ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ആകെ മൂടിക്കെട്ടി നല്ല തണുപ്പുമാണ്. പിന്നെ ചെറിയ രീതിക്ക് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് ഇവിടെ. നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ഒരു ഈവനിങ് ടൈമും മഴയും മഞ്ഞും എല്ലാം കൂടെ. പക്ഷേ അടിപൊളി ഒരു വെതറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. കമേലിയ ഹോം സ്റ്റേ എന്നാട്ടോ ഇതിൻ്റെ പേര്. അപ്പം ഇതേ നമ്മൾ ഹോം സ്റ്റേ വന്നിട്ട് നമ്മൾ ബാഗ് ലഗേജൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ കുറച്ചും കൂടെ ഇരുട്ടായി. ഇതാണ് അതിൻ്റെ ഉള്ളിലോട്ടുള്ള എൻട്രി. വലിയൊരു ഹാളും അതിനകത്തൊരു ഡൈനിങ് ടേബിളും
ഒരു 6 പേര് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിളും, അത് കഴിഞ്ഞിട്ട് 4 റൂമുകളുണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല കംഫർട്ടായിട്ടുള്ള റൂമുകളാണ് ഇതിലുള്ള 4 റൂമും. അത് കഴിഞ്ഞിട്ടൊരു വർക്ക് ഏരിയ ഉണ്ട്, കിച്ചണുണ്ട്, എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസ് ഉള്ള ഏരിയകളാണ് എല്ലാം. ഇവന് കിച്ചൺ അടിപൊളി കിച്ചണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, പക്ഷെ എല്ലാം ഉണ്ട് അതിനകത്ത്. പാത്രങ്ങളായാലും മസാലകളായാലും എല്ലാം എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ കണ്ടോ രണ്ടാമത്തെ റൂം, അത് കഴിഞ്ഞ റൂമും കൂടി ഉണ്ട്. നമ്മളെടുത്തിട്ടുള്ള റൂം ഇതാട്ടോ, ഇതാണ് നമ്മുടെ റൂം. ഇത് അടിപൊളി റൂമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ റൂം. ടി വി ഉണ്ട്. പിന്നെ ബാത്റൂമൊക്കെ ആണെങ്കിലും ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്, അടിപൊളിയാണ്. കണ്ടോ എന്തൊരു വലിപ്പമാണ് ബാത്റൂമൊക്കെ, നല്ല സൗകര്യമുണ്ട്. വാട്ടർ ഹീറ്ററും എല്ലാം, നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വന്ന് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്നു. എന്നിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകണം കേട്ടോ. അപ്പോൾ രാത്രി അപ്പം ഇനി രാത്രിക്കുള്ള ഫുഡ് മേടിക്കണം, പിന്നെ കുറച്ച് കോഴിമുട്ടയൊക്കെ മേടിക്കണം. കാരണം ഞാൻ എവിടെ പോയാലും കിച്ചണുള്ള ഏരിയ നോക്കി എടുക്കാറുണ്ട് റൂമൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഇതിനകത്തൊന്നും കിച്ചൺ ഉണ്ടായിരുന്നു, നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചല്ല, പക്ഷേ കിച്ചൺ ഉണ്ടായിരുന്നു. സോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുക്ക് ചെയ്യാം, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനെപ്പോൾ പുറത്തൊക്കെ പോയാലും ഒരു റൂം എടുക്കുകയാണെങ്കിലും കിച്ചണും കൂടി ഉള്ളത് നോക്കിയിട്ട് എടുക്കാറ്. എനിക്ക് സെൽഫ് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചിറങ്ങി. അപ്പോൾ ഈ കാണുന്ന ടൗണിൽ പോലും ആന ഇറങ്ങുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞാലും അതുപോലെ രാവിലെയൊക്കെ ഇവിടെ ആനയുടെ പ്രസൻസ് നല്ലപോലെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്തൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളിവിടെ സഫയർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്ന് അവിടുന്ന് കുറച്ച് പൊറാട്ടയും ചില്ലി ചിക്കനും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, വളരെ റൈറ്റായിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ വന്നു. ഇപ്പോൾ കിച്ചണിൽ വന്നിട്ട് അപ്പം എൻ്റെ കലാപരിപാടികളാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടി ഞാൻ കളയാറില്ല. എൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് ഈ റൂമും കാര്യങ്ങളൊക്കെ, അതായത് ഈ ഹോം സ്റ്റേ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ചേട്ടനാണ്. ഈ ചേട്ടനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കണ്ണൻ എന്നാണ് കേട്ടോ ചേട്ടൻ്റെ പേര്. ഈ നാട്ടുകാരൻ തന്നെയാണ്. പുള്ളിയുടെ വീട്ടിലേക്ക് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ആ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മൾ ഭയങ്കര കംഫർട്ടാക്കി. നമുക്കൊരു വേറൊരു സ്ഥലത്തൊരു ഹോം സ്റ്റേ ആയിട്ട് നിൽക്കുന്നൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ സ്വന്തം വീട് പോലെ നമുക്ക് അവിടെ പെരുമാറാൻ പറ്റി. അപ്പോൾ അത്ര അടിപൊളിയായിരുന്നു. അങ്ങനെ നമുക്കിപ്പം രാത്രി ആയതുകൊണ്ട് വലിയ കുക്കിങ്ങൊന്നും ചെയ്തിരിക്കാനുള്ള സമയമൊന്നുമില്ല, ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അതുകൊണ്ട് കോഴിമുട്ട മേടിച്ചത് എഗ് ബുർജി ഉണ്ടാക്കാനായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്ലാൻ. അതാകുമ്പോൾ അധികം ടൈം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ സെറ്റ് ചെയ്ത് എഗ് ബുർജിക്കുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ കണ്ണേട്ടൻ പുറത്തുണ്ട്, പ്രസാദ് പുറത്തുണ്ട്. അങ്ങനെ പ്രസാദിന് വീഡിയോ എടുക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് നിന്ന് അടിപൊളിയായിട്ട്. ഇത് വളരെ പെട്ടെന്ന് കഴിഞ്ഞിട്ട്, ഇത് അധികം ടൈം എടുത്തില്ല ഉണ്ടാക്കാനായിട്ട്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കണം, ചാൻസ് കിട്ടിയെങ്കിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് മാത്രം ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഒരു 6 മുട്ടയാണ് നമ്മൾ യൂസ് ചെയ്തത് ഇതിന്. കാരണം നമ്മൾ 3 പേര് കൂടി കഴിക്കാം എന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആ ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേനും കണ്ണേട്ടൻ പറഞ്ഞു ഇനി ഞാൻ ഹെൽപ്പ് ചെയ്യാം, തന്നെ ചെയ്തതല്ലേ, അത് ചിക്കനായിട്ട് പുള്ളി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ലാസ്റ്റ് ടൈമിൽ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് റൂമിൽ പോയിക്കോളാൻ പറഞ്ഞു. പുള്ളി അങ്ങോട്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്ത് റൂമിൽ പോയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഒന്ന് പുറത്തു പോയി. അപ്പോൾ ഇവിടെ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ണേട്ടൻ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാം, അവിടെ ഒരു ഡാമുണ്ട്, അപ്പോൾ ഒരു കുഞ്ഞൊരു ഫോറസ്റ്റ് ഉണ്ട്, അത് കവർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ, ക്രോസ് ചെയ്തിട്ട് പോകണം. ആ സമയത്ത് അവിടെ ആന ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാൻസ് കൂടുതലാണെന്ന് തോന്നുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീച്ച് അത് കാണാനുള്ള യാത്രയിലാണ്. അപ്പോൾ ഈവനിങ് നമ്മൾ വന്നേക്കാൻ ഭംഗിയുണ്ടോ രാവിലെ പോകുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ കാണാനായിട്ട്. തേയിലത്തോട്ടങ്ങൾക്ക് നടുക്കിൽ കൂടെ അതിൽ ഏറ്റവും ഭംഗി കാണുന്ന മരങ്ങളാണ്. അതൊരു പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ അത് ആ വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ദൂരം ഇതിങ്ങനെ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞൊരു കുഞ്ഞ് കാട് വരുന്നുണ്ട്. കാട് എന്ന് പറഞ്ഞാൽ 2 സൈഡിലും കാട്, സെൻറ്ററിൽ ഇതേപോലെ റോഡ് തന്നെയാണ്. അവിടെ ഈ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരും അതുപോലെ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ആൾക്കാരും തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും. അവരൊക്കെ നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് കൂടെ ആന ഇറങ്ങുമെന്നാണ് പറയുന്നത്. അവരുടെ അവസ്ഥ എന്താണല്ലേ. ഞാൻ സത്യം പറഞ്ഞത് കേട്ടപ്പോൾ അതാണ് ആലോചിച്ചത്. അവിടെ കട നടത്തുന്ന ആളുകൾ ഇപ്പോൾ പറ ടൗണിൽ പോലും ആന ഇറങ്ങുന്ന പറയണേ. അങ്ങനത്തെ ഒരു ഏരിയയാണിത്. കുറച്ച് റിസ്ക് ആണല്ലേ. എനിവേ നമ്മളപ്പോൾ അതൊക്കെ കണ്ടിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയൊരു വ്യൂ ആണ്.
ഒരു അടിപൊളി സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ലാൻഡ്സ്കേപ്പ് എൻ്റെ പൊന്നോ കണ്ടു നോക്കി. ഒരെണ്ണം പറഞ്ഞോ. നമ്മുടെ പ്രസാദ് ബ്രോ അവിടെ ചായ പറയുന്നുണ്ട്. ഓക്കെ, ആ കടയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ത് സാധനമാണല്ലേ. നമുക്ക് ചായ കുടിക്കാം. രാവിലെ ജസ്റ്റ് ഇവിടെ അവിടെ ഡാമുണ്ട്, അത് കാണാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു പോണ വഴിക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ എലിഫൻസിൻ്റെ ഒക്കെ പ്രസൻസ് നല്ലപോലെ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് ശ്രദ്ധിച്ച് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ അവിടുന്ന്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കണ്ടപ്പോൾ ഈ ഒരു വ്യൂ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചായക്കടി കണ്ടപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്താൽ. ഗൂഗിൾ പേ ഇവിടെ നമ്മളിപ്പോൾ പൂപ്പാറയിൽ നിന്ന് കുറച്ച് സൈറ്റ് ഒരു ഡാം കാണാൻ വേണ്ടി പോകുക കേട്ടോ. പോണ വഴിക്ക് കണ്ടപ്പോൾ നിർത്തിയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ കടയിലെ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ ഇവിടുന്ന് ഒരു ഓംപ്ലേറ്റും ചായയൊക്കെ വാങ്ങി ഇങ്ങനെ സംസാരിച്ചതാണ്. ആനയ്ക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്ന ആ കാണുന്ന റോഡിൽ അവിടെ ഒരു 3 ആന ഉണ്ടായിരുന്നു അത്ര, ഒരു അരമണിക്കൂർ മുന്നേ വരെ. പക്ഷെ ഞങ്ങൾ വരുമ്പോൾ നമ്മൾ കണ്ടില്ല. പക്ഷെ നമുക്ക് ഒരു ആനച്ചോര് ഫീൽ ചെയ്തു. ഞങ്ങൾ പറയും ചെയ്തു ആനച്ചോരുണ്ടല്ലോ എന്ന്. പക്ഷെ കണ്ടില്ല. നമ്മൾ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി അവിടെ നോക്കി, ഒന്നിനും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇവിടെ വന്ന് ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ് ഒരു അരമണിക്കൂർ മുന്നേ അവിടെ 3 ആന ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ആൾ പറയുകയാണ്, ഇപ്പോൾ ഈ കാണുന്ന ഇത് കണ്ടോ, അത് ചതഞ്ഞ് നിൽക്കുന്നത് കണ്ടില്ലേ, അത് മിനിഞ്ഞാന്ന് ചക്കക്കൊമ്പം വന്നിട്ട് ഇടിച്ച് നശിപ്പിച്ച് പോയതാണെന്ന്. പിന്നെ ദേ ആ കാണുന്ന ഇരുമ്പിൻ്റെ ആ ഒരു ക്രോസിങ്ങിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ അത്ര ആന ക്രോസ് ചെയ്ത് പോവുക. ഇത് കൂടെ ഇറങ്ങിപ്പോകുന്നു, ഈ വഴി ആന ഇറങ്ങിപ്പോകുന്നു. ആന ഇറങ്ങിപ്പോണ സ്ഥലം അത്ര ഇതൊക്കെ ആനയുടെ കാൽപ്പാടുകളും ഇതൊക്കെ അവിടെ കാണാം. അപ്പോൾ മിനിഞ്ഞാന്ന് ഇറങ്ങിപ്പോയത് ആ വഴിയാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇറങ്ങിപ്പോത്ര ആൾ ചക്കക്കൊമ്പൻ. ഇപ്പോൾ മുറിവാലിനൊക്കെ സ്ഥിരം വന്നിരുന്ന ഏരിയയാണ്. മുറിവാലിനൊക്കെ അപ്പോൾ ചത്തുപോയല്ലോ, ചക്കക്കൊമ്പൻ കുത്തി ചെരിഞ്ഞു. അത് ഇപ്പോൾ ചക്കക്കൊമ്പനാണ് മെയിനായിട്ട് ഈ ഏരിയയിൽ ഇങ്ങനെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പിന്നെ ആ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ മിക്കപ്പോഴും ആനകളെ അവിടെ ഉണ്ടാവുന്നു. ഇത് അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു അത്ര, ആ വഴിയുണ്ടോ ഒരു വഴിയുണ്ടോ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചേച്ചി ഒറ്റയ്ക്ക് താമസിക്കുന്നൊരു വീടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ അരിക്കൊമ്പുള്ള സമയത്തത്തെ കാര്യം കേട്ടോ. അപ്പോൾ ആ ചേച്ചി വീട്ടിൽ ഇറച്ചൊക്കെ വെച്ച് റേഷൻ കടയിൽ നിന്ന് 25 കിലോ അരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ആ പുള്ളിക്കാരി ആ കുളത്തിൻ്റെ അവിടെ അങ്ങോട്ട് പോയതാണെന്ന്. തിരിച്ചു വരുമ്പോഴത്തേനും ആന വന്നിട്ട് ആ വീടും കുത്തിപ്പൊളിച്ച് അരി എടുത്ത് കഴിച്ച് ഗോതമ്പ് അരി ചിക്കനല്ല ഇറച്ചി എന്നവർ പറഞ്ഞത്, എന്തിറച്ചിയാണാവോ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചിട്ട് പോയിന്ന്. അപ്പം ഭയങ്കര ശല്യമായിരുന്നെന്ന് പറഞ്ഞത് അവരെ കൊണ്ടൊക്കെ. അങ്ങനെ അത്ര ഇവർ അരിക്കൊമ്പനെ പിടിക്കാനൊക്കെ പറയാനൊക്കെ കാരണം നമുക്കിതറിയില്ലോ. നമുക്കൊക്കെ ആനൊക്കെ കട്ടരിക്കുമ്പോൾ ഫാനാണ്. പക്ഷേ ഇവർ ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് പലതും മനസ്സിലാവുന്നത് ഇവരൊക്കെ സിറ്റുവേഷന്. ഇപ്പോൾ ഈ ചേട്ടനൊക്കെ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ കട തുറക്കും. പക്ഷേ ചിലപ്പോൾ ആന ഉണ്ടാവും, അപ്പോൾ ആൾ തുറക്കില്ല. അങ്ങനെയൊക്കെ സ്ഥിരം ആന ക്രോസ് ചെയ്യുന്ന ഏരിയ എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊന്നിനും കാണാൻ പറ്റിയില്ല. പോകുമ്പോൾ നോക്കാം അല്ലെങ്കിൽ കിട്ടുമെന്നുള്ളത്. ഡാം കാണാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നാട്ടാ. പക്ഷേ പോകാൻ ഓപ്പൺ ആയിട്ടില്ല. നമ്മൾ കുറച്ച് നേരത്തെ ഇപ്പോൾ 8:30 ആയിട്ടുള്ളൂ. തുറക്കാൻ ചിലപ്പോൾ 9 മണി 10 മണിയൊക്കെ ആവുന്നുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ അത് ആനയുടെ പ്രസൻസ് നല്ല പോലുള്ള സ്ഥലമാണ്. ഏത് സമയത്തും ഇവിടെ ആന ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് കയറാതിരിക്കാൻ, ആനകൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് സ്ഥലങ്ങൾ ഈ ഭാഗത്തില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ മാട്ടുപ്പെട്ടി പോകണം. മാട്ടുപ്പെട്ടിക്ക് ഇവിടുന്ന് 46 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ നമ്മൾ റൂമിൽ തന്നെ പോയിട്ട് എന്തായാലും റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇനി തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോകണ വഴിക്ക് ആ വഴി പോയാലോ എന്ന് ആലോചിക്കണം. അതാകുമ്പോൾ മൂന്നാർ ടച്ച് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും.
എന്തായാലും ഇനിയിപ്പോൾ അടുത്ത സ്പോട്ട് പിടിക്കാം. എന്തൊരു വീഴാണുള്ളത്. അതെ കിട്ടില്ല സാധനം. ഇതിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേ നിങ്ങൾ കണ്ടായിരുന്നില്ലേ? ആ ഒരു ഹോം സ്റ്റേ കമേലിയ, ഞാൻ പറഞ്ഞല്ലോ കമേലിയ ഹോം സ്റ്റേ എന്നാണ് ഇതിൻ്റെ ഹോം സ്റ്റേയുടെ പേര് വരുന്നത്. അത് പൂപ്പാറ തന്നെയാണ്. അതായത് ടൗണിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. കുറച്ച് മാറിക്കഴിഞ്ഞാൽ വളരെ അടുത്താണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ്സും അതുപോലെ ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, അതുപോലെ എന്താണ് ഹോട്ടലുകൾ എല്ലാം അടുത്ത് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈവൻ ബീവറേജ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു അടിപൊളി ഹോം സ്റ്റേ ആണ് കമേലിയ ഹോം സ്റ്റേ. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ഓഫറുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ കണ്ടിട്ട് വിളിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ അവർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരും. അതായത് ട്രാവൽ വിത്ത് അഗി എന്ന ചാനലിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അവരുടെ ഭാഗത്തു നിന്ന് കേട്ടോ. ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പോൾ ആർക്കെങ്കിലും അങ്ങോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോകുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നതായിരിക്കും. സോ അത്രേ ഉള്ളൂ. നമ്മൾ അവിടുന്ന് ഇപ്പം ഈ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡാമിലേക്ക് വന്നു. അതായത് നമ്മൾ നേരത്തെ പോയ ഡാം തന്നെയാണ്, പക്ഷെ അത് കാണാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ വേറെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ഇറങ്ങി വന്നതാട്ടോ. അതല്ലാതെ അതിൻ്റെ വേറൊരു വഴിയുണ്ട്, പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. സോ നമ്മളിങ്ങോട്ട് വന്നു. പക്ഷേ ഈ വരുന്ന വഴി കുറച്ച് ഡേഞ്ചറാണ്. അതായത് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ആന ഇറങ്ങി പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞത്, ആ ഇറങ്ങി വരുന്നത് ഈ റോഡിലോട്ടാണ്. അതിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ. ആനയിറങ്ങൽ ഡാം എന്നാണ് അതിൻ്റെ പേര്. ആ പേര് തന്നെ കണ്ടില്ലേ എന്താണ്. അപ്പോൾ അങ്ങനെ വന്നു. അങ്ങനെ നമ്മൾ ഈ ഡാമെന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയ വെള്ളമൊന്നുമില്ല, കുറച്ച് ഷട്ടർ തുറന്നിട്ടുള്ളൂ. അപ്പോൾ ചെറിയ രീതിക്ക് ഫോഴ്സിലാണ് വെള്ളം പോകുന്നതൊക്കെ. പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അധികം ആരും എത്തിയിട്ടില്ല, വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കണ്ടു. ഇത് പേരുണ്ടല്ലേ ആനയിറങ്ങൽ ഡാം. എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ് തോന്നുന്നു, പക്ഷേ എന്തോ നമുക്ക് കാണാൻ പറ്റിയില്ല. ശരിക്കും കാണേണ്ട സമയമാണ് അതൊക്കെ, രാവിലെ അല്ലേ. പക്ഷേ ഒരു 8 ആയതുകൊണ്ടായിരിക്കാം വണ്ടികളിലൊക്കെ ഇത് കണ്ടപ്പോൾ ആന പോയി കാണുള്ളിലോട്ട്. കണ്ണാടിൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നേരെ പോയത് രാജാക്കാട് വഴിയാട്ടോ നമ്മളിനി തിരിച്ച് വരാൻ പോകുന്നത്. പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ദൃശ്യമൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു ഏരിയ. അപ്പോൾ വരുന്ന വഴിക്ക് അവിടെ ഒരു ഹിഡൻ വാട്ടർഫോൾ നമ്മൾ കണ്ടു. അതൊരു വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കറങ്ങി പോയിട്ട് വേണം. അപ്പോൾ ആ വാട്ടർഫോൾ കണ്ടപ്പോൾ ഞാനത് സെർച്ച് ചെയ്താണ് ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ ഒരു വാട്ടർഫോളിൻ്റെ പേര് കാണിച്ചു ആ ഏരിയയിലെത്തിയപ്പോൾ. അപ്പോൾ വെറുതെ പോയി നോക്കി പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ രാജാക്കാട് ഒരു ഹിഡൻ വാട്ടർഫോൾ ഉണ്ട്. ഇത് പോണ വഴി ഇതുണ്ടോ, വീടൊക്കെ ഉണ്ടോ, വീടിൻ്റെ മുറ്റത്ത് കൂടെയൊക്കെയാണ് പോണ്. കാരണം അത്ര ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെമിലർ ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു വ്യൂ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമ്മളത് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഈ കറക്റ്റ് ലൊക്കേഷൻ ഇങ്ങോട്ട് കിട്ടില്ല. നമ്മൾ ചോദിച്ചിട്ടാണ് വന്നത്, ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട്. പഠിക്കലുണ്ടല്ലേ, ശ്രദ്ധിച്ചിറങ്ങിയാൽ മതി. എൻ്റെ പിന്നടാവേ അവിടെ ഇറങ്ങിപ്പോളെ വഴിയൊക്കെ സീനാണ് കേട്ടോ, നല്ല വഴിക്കലുണ്ട്. അയ്യോ എൻ്റെ പുറത്താണെങ്കിൽ ഒരു ബാഗും ഉണ്ട്, കോപ്പ്. ഈ ബാഗ് ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റണില്ല. അടിപൊളി. നമ്മളത് എത്തി. ഇതൊക്കെ ഇവിടേക്ക് കൂടുതലും ഇവിടുത്തെ ലോക്കൽസ് അങ്ങനെ വരുന്നുണ്ടാവുള്ളൂ. അത് പുറമെ നിന്നുള്ള ആൾക്കാർ അധികം വരാൻ ചാൻസ് ഇല്ലാത്തൊരു ഏരിയ ആണിത്. കണ്ടോ ഇവിടെ കുളിക്കണൊക്കെ ഉണ്ട് ആൾക്കാർ, അതൊക്കെ ഇവിടുത്തെ നാട്ടുകാരാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ആ വ്യൂ അടിപൊളിയായിരിക്കും കേട്ടോ. ഷൂ നനയണ്ട, അല്ലാത്ത രീതി അങ്ങനെ പോയല്ലോ. പുറത്ത് ഈ ബാഗ് എടുക്കണോണ്ടേ ഇവിടെ അങ്ങോട്ട് വെക്കടാ. അവിടെ അടിപ്പരിപാടിയാണല്ലോ, സ്പ്രൈറ്റൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് അവിടെ. ഇതൊക്കെ ഈ നാട്ടുകാരനെ അവിടെ ഞായറാഴ്ച അല്ലേ ഒരു ചെറുതും മേടിച്ച് വന്നിരുന്നിട്ട് രണ്ടടിക്കണ പരിപാടിയാണ്. ഞാനപ്പുറത്തോടെ കയറാം. ആ സൈഡിലേ പിള്ളേർ ചെറിയൊരു വെള്ളടി പരിപാടി ഉണ്ട്. നമ്മളത് വീഡിയോ എടുക്കണില്ല, ഇനി അവരെ തട്ടി വാങ്ങാൻ വയ്യ.
ഇതാ കുത്തുമ്മൽ വാട്ടർഫോളോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിൻ്റെ പേര്. അങ്ങനെ എന്തോ ആണോടാ, കുത്തുമ്മലോ എന്താണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണാനൊന്നും ഇല്ല കേട്ടോ. മഴക്കാലമായാണ് ഇവിടെ ഇതുകൂടെയൊക്കെ ഇതൊക്കെ കാണുന്നില്ലേ. അവിടത്തൊക്കെ വെള്ളം അങ്ങനെ ചാടി വന്ന് ഇവിടെയൊക്കെ മൊത്തം വെള്ളം നിറയും. ഈ പാറ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ നേരെ താഴോട്ട് പോവും. അതാണ് ഈ വാട്ടർഫാൾ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല, വെള്ളമില്ല. അവിടെ പോയി കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ല, അങ്ങോട്ട് വെള്ളമില്ല അവിടെ. പിന്നെ വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ പക്ഷേ ഇവിടുത്തെ നേറ്റീവ് ആൾക്കാർ തന്നെ തോന്നുന്നു. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ഈവനിങ് ആകുമ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ പേര് ഇവിടെ കുളിക്കാനും ഇവിടുത്തെ പിള്ളേരൊക്കെ ഉള്ളത്. വേറെ ഒന്നും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാനില്ല. പക്ഷേ മൊത്തത്തിൽ ഓവറോൾ ഈ ഒരു സ്ഥലം ഇതിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ അടിപൊളിയാണ്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മളിനിപ്പോൾ സമയം 3:10 അപ്പോൾ ഇനി അധികം നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല. നമുക്ക് 4-5 മണിക്കൂർ ട്രാവൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇനി നേരെ തൃശ്ശൂർക്ക്. അങ്ങനെ ഇടുക്കി വിട്ട് നമ്മൾ നേരെ തൃശ്ശൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച ടൈമിനേക്കാൾ കൂടുതൽ എടുക്കും തോന്നുന്നു. കാരണം ചെറിയ രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മഴ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോഴേ ആസ് എ ടൂറിസ്റ്റ് അടിപൊളിയാണ്. നമ്മളൊരു 1-2 ദിവസമൊക്കെ പോയി എൻജോയ് ചെയ്ത് വരാൻ അടിപൊളിയാണ്. പക്ഷേ അവിടുത്തെ ആളുകളുടെ സിറ്റുവേഷൻ, ഞാനൊരു അവിടെ ജോലി ഒക്കെ ചെയ്യുന്ന ആളുകളുടെ കാര്യമായിട്ടോ കൂടുതലായിട്ട് എടുത്ത് പറയുന്നത്. അവരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ അവസ്ഥയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പാവം തോന്നും. കാരണം ആനകളൊക്കെ പേടിച്ചാണ് ഓരോ ദിവസം അവരൊക്കെ ആ തോട്ടത്തിൽ പണിയെടുക്കുന്നതൊക്കെ. ഏത് ടൈം അവിടെ ആന ഇറങ്ങാം. അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇത് വരുന്നുണ്ടാവുക. എത്രയോ പേര് മരിച്ചിട്ടുണ്ടെന്നാണ് പറയണേ. സോ നമുക്കിത് രസമാണെങ്കിലും അവരുടെ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ് ഒരു പരിധി വരെ. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ വിഷമമുണ്ട്. പക്ഷേ എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ പോകുന്ന വഴി തന്നെ 2 സൈഡിലും കണ്ടില്ലേ ഭയങ്കര ഒരു കാട് പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ കുന്നും മലയൊക്കെ ആയിട്ട്. പക്ഷേ ഇതിൻ്റെ സൈഡിൽ പോലും വീടുകളുണ്ട്. ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഒരു പാറയ്ക്ക് നിൽക്കുക, അതിൻ്റെ മുകളിലൊക്കെയാണ് വീടുകൾ വെക്കുന്നത്. ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് ഇവർക്ക് കൂടുതലും പ്രശ്നം. കാരണം ഈ ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ചാൻസസ് കൂടുതലുള്ള ഏരിയകളല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇടുക്കി ട്രിപ്പ് കൂടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം മാക്സിമം. പിന്നെ ഞാനിതിലൊരു റിസോർട്ടിൻ്റെ കാര്യം പറഞ്ഞു. റിസോർട്ടല്ല, ഹോം സ്റ്റേയുടെ കേസ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അതിൽ ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളും അവിടുത്തെ കെയർ ടേക്കറുടെ നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ചെയ്ത വീഡിയോയിൽ ഞാൻ അധികം ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സെപ്പറേറ്റൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് താല്പര്യമുള്ളവർ ആ വീഡിയോ നോക്കിയാൽ മതി. ഞാനൊരു 2 ദിവസത്തിനകത്ത് ചെയ്യാത്. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.